ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് നമ്മൾ മറ്റേ ജാതകത്തിലെ 18ാമത്തെ ക്ലാസ്സാണെന്ന് തോന്നുന്നു. അതാണ് പറയുന്നത്. ഇന്നലെ നമ്മൾ മറ്റേ ചന്ദ്രരാശിയെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 27 നക്ഷത്രങ്ങൾ, അവയ്ക്ക് 4 പാദങ്ങൾ അല്ലെങ്കിൽ 4 കാലുകൾ. അപ്പോൾ 4 പാദങ്ങൾ വെച്ച് 4 കാലാണല്ലോ ഒന്ന്. അപ്പോൾ 4 പാദങ്ങൾ അല്ലെങ്കിൽ 4 കാലുകൾ. അപ്പോൾ 27 നക്ഷത്രത്തിൽ 108 പാദങ്ങൾ. അപ്പോൾ ഈ 27 നക്ഷത്രത്തിലെ നക്ഷത്ര സമൂഹങ്ങളെ 12 രാശികൾക്കകത്താക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരു രാശിക്കകത്ത് 9 പാദങ്ങളാണ് വരിക. ഇതൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചു. 9 പാദങ്ങൾ വരും, 9 കാലുകൾ വരും. 9 കാലം വെച്ചാൽ 4 കാല് 1. അപ്പോൾ ആദ്യത്തെ മേടരാശിയിൽ 9 പാദം എന്ന് പറയുമ്പോൾ മേടത്തിൽ അശ്വതി. അപ്പോൾ നമ്മൾ ആദ്യം എപ്പോഴും ഒരു കാര്യം മറക്കരുത്, നക്ഷത്രങ്ങളുടെ ലിസ്റ്റ് ഒരിക്കലും മറക്കരുത്. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകേരൻ, തിരുവാതിര, പുണർതം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്തരം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഊത്തിരട്ടാതി, രേവതി എന്നുള്ളത് എപ്പോഴും നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതിൽ ആദ്യത്തെ 9 നക്ഷത്രങ്ങൾ ഏതാണ്, അടുത്ത 9 നക്ഷത്രങ്ങൾ ഏതാണെന്നൊക്കെ അറിഞ്ഞാൽ എളുപ്പം പറയാൻ പറ്റുമെന്നുള്ള മാത്രം. അപ്പോൾ ആദ്യത്തെ 9 നക്ഷത്രങ്ങൾ അശ്വതി, ഭരണിയും കാർത്തികയുടെ കാലും ചേർത്തത് മേടവും, കാർത്തികയുടെ മുക്കാലും രോഹിണിയുടെ മുഴുവനും മകേരത്തിൻ്റെ പകുതിയും ചേർത്തത് ഇടവും, മകേരത്തിൻ്റെ പകുതിയും തിരുവാതിരയുടെ മുഴുവനും പുണർത്തത്തിൻ്റെ മുക്കാലും ചേർന്നത് മിഥുനവും, പുണർത്തത്തിൻ്റെ കാൽഭാഗവും പൂയവും ആയില്യവും മുഴുവനുമായിട്ട് വരുന്നത് കർക്കടക രാശിയുമാകുന്നു. മൂലം മകം, പൂരം, ഉത്തരത്തിൻ്റെ കാല് ചിങ്ങരാശി, ഉത്തരത്തിൻ്റെ മുക്കാല് ചിത്തിര, ഉത്തരത്തിൻ്റെ മുക്കാല് ഉത്തരം അസ്തം ചിത്തിരയുടെ ഉത്തരത്തിൻ്റെ മുക്കാല് അസ്തം മുഴുവൻ ചിത്തിരയുടെ പകുതി ചേർന്നാൽ കന്നിരാശി, ചിത്തിരയുടെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാലും ചേർന്നാൽ തുലാരാശി, വിശാഖത്തിൻ്റെ കാൽഭാഗവും അനിഴവും കേട്ടയും ചേർന്നാൽ വൃശ്ചികരാശി, ധനും മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ കാലും ചേർന്നാൽ ധനുരാശി, ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ അരയും ചേർന്നാൽ അരയും ചേർന്നാൽ ഉത്രാടത്തിൻ്റെ മുക്കാലും, അതായത് തിരുവോണത്തിൻ്റെ മുഴുവൻ അവിട്ടത്തിൻ്റെ അരയും ചേർന്നാൽ മകരരാശി, അവിട്ടത്തിൻ്റെ അരയും ചതയവും പൂരുരുട്ടാളുടെ മുക്കാലും ചേർന്നാൽ കുംഭരാശി, പൂരുരുട്ടാതിയുടെ മുക്കാല്, പൂരുരുട്ടാതിയുടെ കാലും ഉത്തരട്ടാതിയും രേവതിയും കൂടെ ചേർന്നാൽ മീനരാശി എന്നാണ് നമ്മൾ ഇന്ന് പറഞ്ഞു വരുന്നത്. അപ്പം അതിൽ നമ്മൾ ഇന്നലെ വൃശ്ചികരാശി വരെ എത്തി. വൃശ്ചികരാശിയിൽ എന്തൊക്കെയാണുള്ളത്? വൃശ്ചികരാശിയിൽ വിശാഖ നക്ഷത്രത്തിൻ്റെ കാൽഭാഗവും അനിഴ നക്ഷത്രത്തിൻ്റെ മുഴുവൻ ഭാഗവും കേട്ടയുടെ മുഴുവൻ ഭാഗവും ഉണ്ടാവുമെന്ന് പറഞ്ഞു. അടുത്തത് ധനുരാശി. ധനുരാശിയിൽ കേട്ട കഴിഞ്ഞാൽ അടുത്ത നക്ഷത്രം എന്താണ്? മൂലത്തിൻ്റെ മുഴുവൻ ഭാഗവും പൂരാടത്തിൻ്റെ മുഴുവൻ ഭാഗവും ഉത്രാടത്തിൻ്റെ കാൽഭാഗവും കാണും. അടുത്തത് മകരരാശി. മകരരാശിയിൽ ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണത്തിൻ്റെ മുഴുവൻ ഭാഗവും അവിട്ടത്തിൻ്റെ പകുതിയും കാണും. അടുത്തത് കുംഭരാശി. കുംഭരാശിയിൽ അവിട്ടത്തിൻ്റെ പകുതിയും ചതയവും പൂരുരുട്ടാതിയുടെ മുക്കാൽ ഭാഗവും ഉണ്ടാവും. അടുത്തത് പൂരുരുട്ടാതിയുടെ രേവതിയിൽ, അതായത് മീനരാശിയിൽ രേവതിയുടെ കാൽഭാഗവും പൂരുരുട്ടാതിയുടെ കാൽഭാഗവും ഉത്തരട്ടാതിയുടെ മുഴുവൻ ഭാഗവും രേവതിയുടെ മുഴുവൻ ഭാഗവും ഉണ്ടാവും. അതാണ് മീനരാശി. ഒന്നുകൂടെ പറയാം. ധനുരാശിയിൽ ഇന്നലെ നമ്മൾ വൃശ്ചികരാശി വരെ പറഞ്ഞു. ധനുരാശിയിൽ മൂലത്തിൻ്റെ മുഴുവൻ ഭാഗവും
പൂരാടത്തിൻ്റെ മുഴുവൻ ഭാഗവും ഉത്രാടത്തിൻ്റെ കാൽ ഭാഗവും ഉണ്ടാവും. മകരരാശിയിൽ ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ പകുതിയും ഉണ്ടാവും. അടുത്തത് കുംഭരാശി. കുംഭരാശിയിൽ അവിട്ടത്തിൻ്റെ പകുതിയും ചതയത്തിൻ്റെ മുഴുവനും പൂരുരുട്ടാതിയുടെ മുക്കാൽ ഭാഗവും ഉണ്ടാവും. മീനരാശിയിൽ പൂരുരുട്ടാതിയുടെ കാൽ ഭാഗവും രേവതി ഉത്തരട്ടാതിയുടെ മുഴുവൻ ഭാഗവും രേവതിയുടെ മുഴുവൻ ഭാഗവും ഉണ്ടാവും. അങ്ങനെ 2.25 നക്ഷത്രമാണ് മീനരാശിയിൽ. ഇതാണ് നമ്മൾ പറഞ്ഞു വന്ന കൂറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാശിയിൽ 2.25 നക്ഷത്രം. 2.25 നക്ഷത്രം വെച്ചാൽ കറക്റ്റായിട്ട് 2 നക്ഷത്രത്തിന് കാലുമല്ല. ഒരു രാശിയിൽ 2.25 ഒരു നക്ഷത്രത്തിൻ്റെ കാൽഭാഗമാണെങ്കിൽ അടുത്ത രാശിയിൽ നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗവും അതിനടുത്ത നക്ഷത്രത്തിൻ്റെ മുഴുവൻ ഭാഗവും അതിനടുത്ത നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗവും വരും. അങ്ങനെ മൊത്തം 2.25 അല്ലെങ്കിൽ 9 ഭാഗങ്ങൾ, 9 പാദങ്ങൾ. അപ്പോൾ മൊത്തം 108 പാദങ്ങൾ. അതിൽ 9 പാദങ്ങൾ ഓരോ രാശിയിൽ വരും. 9 പാദങ്ങൾ എന്ന് പറഞ്ഞാൽ അശ്വതിയും ഭരണിയും കാർത്തികയുടെ കാലും ചേർന്നാൽ 9 പാദമായി. അതുപോലെ കാർത്തികയുടെ മുക്കാലും രോഹിണിയും മകേരത്തിൻ്റെ പകുതിയും ചേർന്നാൽ 2.25. അതുപോലെ മകേരത്തിൻ്റെ പകുതിയും തിരുവാതിരയും പുണർന്നത്തിൻ്റെ മുക്കാലും ചേർന്നാൽ 2.25.